ഹായ് വിത്ത് ലവ്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്റെ ഫേസ് ഞാൻ വാഷ് ചെയ്തു ഞാൻ ഫേസ് വാഷ് ചെയ്ത് നല്ലോണം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൗലെടുത്ത് ടാബ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലിരിക്കണം. എന്നെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യണത് നിവിയ സോഫ്റ്റ് എന്നുള്ള മോയ്സ്ചറൈസർ ആണ്. ഇത് വൈറ്റമിൻ ഇ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് വെച്ചാൽ ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറില്ല അതാണ് ഞാൻ ചെയ്യുന്നത്. എക്സ്ട്രാ എന്താ പറയുക വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നും കുറയ്ക്കണില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് എടുത്തത് മോയ്സ്ചറൈസർ ഇത്രയും ഒന്നൊരു എമൗണ്ട് എടുത്തിട്ട് കയ്യിലിട്ട് നിങ്ങൾ റബ് ചെയ്തിട്ട് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഞാൻ അതൊന്നും ഉപയോഗിക്കാറ്. പിന്നെ എനിക്ക് ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അത് എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഫൗണ്ടേഷൻ ഞാൻ ഫുൾ ഫേസ് ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഈ നമ്മൾ ഇട്ട മോയ്സ്ചറൈസർ ഇല്ല, മോയ്സ്ചറൈസർ ഒന്ന് ഡ്രൈ ആവണേറ്റ് മുന്നേ തന്നെ ഞാൻ ചെറിയൊരു എമൗണ്ട് എടുത്ത് ആ ഡോട്ടിൽ മാത്രം ഒന്ന് ഡോട്ട് ചെയ്തിട്ട് ഈ മോയ്സ്ചറൈസറിന്റെ കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യണേ. അപ്പോൾ കാരണം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഡെയിലി മേക്കപ്പ് ചെയ്ത് നമ്മൾ ഫുൾ കവറേജ് വേണമെന്നില്ലല്ലോ. കണ്ടോ ഭയങ്കര ഈസി ആയിട്ടല്ലേ. ഒന്നിങ്ങനെ ഡാബ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതൊന്ന് ലൈറ്റായി. പിന്നെ ഞാൻ ചെയ്യാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസിന്റെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഫൗണ്ടേഷൻ കൊണ്ട് ഒരു കട്ട് കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ പിരികത്തിന്റെ രണ്ട് സൈഡിലും ഇവിടെയും ഇവിടെയും അവിടെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത്രയാണ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഫൗണ്ടേഷൻ കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്തിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഫൗണ്ടേഷൻ നല്ല കവറേജ് കിട്ടിയിട്ടില്ല. അന്ന് ഇതൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ ഈ സൺലൈറ്റ് ഒക്കെ നമ്മള് എന്താ പറയാ ഫിക്സിംഗ് സ്പ്രേ ഒന്നും എന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്നും ഈ വക പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. അപ്പൊ പുറത്ത് പോയിട്ട് ഈ സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ട് വീഴുമ്പോൾ ഈ മേക്കപ്പ് ഒക്കെ ഒലിച്ച് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. നമ്മള് ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മള് എന്താ പറയാ പുറമേ ഉള്ള ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈയിലൊക്കെ പോണ പോലെ അല്ലല്ലോ. നമ്മളിപ്പോ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ഇട്ട് എന്താ പറയാ നല്ല ഐഷാഡ് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റിയ അവസ്ഥയല്ല നമ്മുടെ കേരളത്തില്. അപ്പൊ ഞാൻ ലൈറ്റ് ആയിട്ടാണ് ചെയ്യാറില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പിരികൊന്ന് എന്റെ ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കും. ഐബ്രോസ് ചെയ്യുമ്പോൾ ഞാൻ ഐബ്രോന്റെ താഴത്തെ ഒരു ലൈൻ ഇട്ടിട്ട് പിന്നെ മുകളിലും ഒന്ന് ഒരു ലൈൻ ചെയ്തിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ കേട്ടോ ചെയ്യാറില്ല. കണ്ടോ ഇത്ര ഞാൻ ചെയ്യാറുള്ളൂ. നല്ലൊരു ഡിഫറൻസ് തന്നെ വന്നു. നമ്മുടെ ഐബ്രോ എഴുതി എന്നുവെച്ചാൽ പുറമത്ത് പോകുമ്പോ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഒന്ന് എഴുതി ലിപ്സ്റ്റിക് ഇട്ട് പുറത്തു പോയാൽ തന്നെ ഒരു ടിപ് ടോപ്പ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ഐബ്രോസും കൂടി ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ട് ഐബ്രോസ് ചെയ്തത് ഇപ്പൊ ലൈറ്റിന്റെ ഒരു ഡിഫറൻസ് കാണാനുണ്ട്. ഈ ഒരു ഐബ്രോ ഡാർക്ക് ആയിട്ടും ഈ ഒരു ഐബ്രോ ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ. കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ട് ഐബ്രോസും സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ചെയ്യാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണ് ഞാൻ മൊത്തമായിട്ട് എഴുതില്ല. കണ്ണ് ജസ്റ്റ് കണ്ണിന്റെ ടോപ്പ് വശം ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കട്ടെ ചെയ്യാറില്ല. കാരണം കണ്ണ് എഴുതണത് എനിക്ക് അങ്ങനെ
എപ്പോഴും ഞാൻ എഴുതില്ല, വല്ല അത്രയും ഫംഗ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഞാൻ കണ്ണ് എഴുതാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് എഴുതാറുള്ളൂ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണിന്റെ ടൈറ്റ് ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കാണ്. കണ്ണ് ഞാൻ ഇങ്ങനെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കും. ഇതിൽ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യാറുള്ളൂ, അല്ല ഞാൻ മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കും. കണ്ട ഈ ഒരു കണ്ണിന്റെ ഭംഗിയും ഈ ഒരു കണ്ണിന്റെ ഭംഗിയും നമ്മൾ മസ്കാര ഇട്ടെന്ന് വെച്ചാൽ ടൈറ്റ് ലൈൻ ചെയ്തിട്ട് മസ്കാര ഇടുമ്പോ തന്നെ ഒരു ഭംഗിയാ കണ്ണ് കണ്ട നല്ല വിടർന്നിരിക്കുന്ന ഒരു കണ്ണ് പോലെ കണ്ട. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മളെല്ലാരും ചെയ്യണ പോലെ ഞാൻ ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ന്യൂഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാണ്. നിങ്ങള് ഫോട്ടോയില് കാണുന്ന പോലെ അത്രയ്ക്ക് ഡാർക്ക് ഷെയ്ഡ് അല്ല കേട്ടോ. അപ്പൊ ഇത്രയാണ് ഞാൻ പുറമേക്ക് പോകുമ്പോ ഞാൻ ചെയ്യാറുള്ള മേക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്യും, പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്യും, പിന്നെ കണ്ണിന് മുകളിൽ ടൈറ്റ് ലൈൻ ചെയ്യും, ഐബ്രോസ് ചെയ്യും, അതുപോലെ ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ഇടും. ന്യൂഡ് നല്ലതെന്നല്ല കേട്ടോ, ഞാൻ ഡ്രസ്സിനനുസരിച്ച് ഇപ്പൊ ഡാർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഡാർക്ക് യൂസ് ചെയ്യും, അല്ല ന്യൂഡാന്ന് എനിക്ക് എന്താ പറയാ അതിന് ഡെയിലി ഇങ്ങനെ കോളേജ് യൂസേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാറില്ല. അല്ല ജസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്യാറുള്ള മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇതില് ജസ്റ്റ് ഐബ്രോസ് ചെയ്ത് കണ്ണൊന്ന് ടൈറ്റ് ലൈൻ ചെയ്തു, ഒരു മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ആ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അതും യൂസ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയാ മേക്കപ്പ് ട്യൂട്ടോറിയൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, അത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോ കാണിച്ചു തരാണ്. അതുപോലെ ഞാൻ വീടിന്റെ ഉള്ളിലായിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. യൂസ് ചെയ്യേണ്ടത് അത്രയും ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കിന്നിനെ വെച്ച് നോക്കുമ്പോൾ സ്കിൻ എന്നും യങ് ആയിട്ടും യൂത്ത് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം സണ്ണിൽ നിന്ന് വരുന്ന റേസിന്റെ ഡാമേജസ് ആണ് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്ന് ഡൾ ആവാനും സ്ട്രിങ്ക് ചെയ്യാനും, അതുപോലെ എന്താ പറയാ ഈ എന്താ പറയാ വലിഞ്ഞ് ഇങ്ങനെ തൂങ്ങി കിടക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, വയസ്സായവരുടെ ഇപ്പൊ ഉള്ള ഏജിനേക്കാളും കൂടുതൽ ഏജ് ആയിട്ട് നമുക്ക് തോന്നുക പറയില്ലേ, അതിനൊക്കെ ഒരു ഫാക്ടറാണ് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന റേസ്. അതുകൊണ്ട് എന്തായാലും സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്റെ ഹെയർ ഒന്ന് ടൈ ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഹെയർ ഒന്ന് അയച്ചിട്ടു അങ്ങനെ. പിന്നെ ഇതാണ് കേട്ടോ ശരിക്കുള്ള ഞാൻ എനിക്ക് സ്പെക്സും കൂടി ഉണ്ട്, എനിക്ക് ഷോർട്ട്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പുറത്തു പോകുമ്പോൾ ഞാൻ പോകാറുള്ളത്. അപ്പൊ ഇതാണ് എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പെക്സുള്ള ആൾക്കാർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ്. അപ്പോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.